ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, SS ലോഗോസ് ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പൗലോസ് ലീഹ എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും, കൂടെ ആമുഖത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം. 1. പൗലോസ് ലീഹ എത്ര വർഷത്തോളമാണ് എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുള്ളത്? ഉത്തരം 3 വർഷത്തോളം. 2. പൗലോസ് എവിടെ വച്ചാണ് ഈ ലേഖനം എഴുതിയത്? ഉത്തരം തടവിലായിരിക്കുമ്പോൾ. 3. ഏത് കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതിയത്? AD 58-നും 60-നും ഇടയ്ക്ക്. 4. പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തെ പണ്ഡിതന്മാർ എപ്രകാരമാണ് പരിഗണിക്കുന്നത്? ഉത്തരം ഏഷ്യയിലെ സഭകളിലെല്ലാം വായിക്കാൻ വേണ്ടി എഴുതിയ ലേഖനം എന്ന്. 5. ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് ആരെ വിളിക്കുന്നതിനാണ് പൗലോസ് നിയോഗിക്കപ്പെട്ടിരുന്നത്? ഉത്തരം വിജാതീയരെ. 6. ആരാണ് രക്ഷ പ്രതീക്ഷിച്ച് കഴിഞ്ഞിരുന്നത്? ഉത്തരം യഹൂദർ. 7. സഭാംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വൈവിധ്യമാർന്ന ദാനങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? ഉത്തരം ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനു വേണ്ടി. 8. പൗലോസ് എഫേസോസുകാരോട് നിർദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം വിജാതീയ രീതികൾ ഉപേക്ഷിച്ച് ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് എല്ലാ തുറകളിലും ഒരു പുതിയ ജീവിതം ആരംഭിക്കണം എന്ന്. 9. എന്തിനുള്ള ഉദ്ബോധനമാണ് ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് പിശാചിനും അന്ധകാര ശക്തികൾക്കുമെതിരെ യുദ്ധം ചെയ്യുന്നതിനുള്ള ഉദ്ബോധനം. 10. പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 23 വാക്യങ്ങൾ. 11. എത്ര ശീർഷകങ്ങളുണ്ട്? അവ ഏതെല്ലാം? ഉത്തരം 2 ശീർഷകങ്ങൾ. 1 അഭിവാദനങ്ങൾ, 2 ക്രിസ്തു മഹോന്നതൻ. 12. ആദ്യത്തെ ശീർഷകം ഏതാണ്? ഉത്തരം അഭിവാദനങ്ങൾ. 13. യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് ആർക്കാണ് ലേഖനം എഴുതിയിരിക്കുന്നത്? ഉത്തരം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള വിശുദ്ധർക്ക്. 14. പൗലോസ് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായത് എപ്രകാരമാണ്? 1:1 ദൈവ തിരുമനസാൽ. ദൈവ തിരുമനസ്സിനാലാണ് പൗലോസ് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായത്. 15. പൗലോസ് ലീഹ എഫേസോസുകാർക്ക് ആശംസിക്കുന്നത് എന്താണ്? ഉത്തരം കൃപയും സമാധാനവും. 16. പൗലോസ് ലീഹ ആരിൽ നിന്നാണ് കൃപയും സമാധാനവും ആശംസിക്കുന്നത്? 1:2 ഉത്തരം പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും. 17. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചത് ആര്? 1:3 ഉത്തരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം. 18. എഫേസോസ് 1:3 പ്രകാരം ആരെ സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പറയുന്നത്? ഉത്തരം പിതാവായ ദൈവം. 19. എന്തിനു വേണ്ടിയാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തത്? 1:4 ഉത്തരം തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കാൻ.
20 ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ആരാണ് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത്? ഉത്തരം പിതാവായ ദൈവം. 21 അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചത് എന്ത്? 1:5. ഉത്തരം യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന്. 22 ആരു വഴിയാണ് നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടുന്നത്? ഉത്തരം യേശുക്രിസ്തു വഴി. 23 പിതാവായ ദൈവം തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചത് എന്ത്? ഉത്തരം യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന്. 24 എന്തിനു വേണ്ടിയാണ് നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെട്ടത്? ഉത്തരം തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടി. 25 അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ കൈവന്നിരിക്കുന്നത് എന്ത്? 1:7. ഉത്തരം പാപമോചനം. 26 യേശുക്രിസ്തുവിൻ്റെ രക്തം വഴി നമുക്ക് കൈവന്നിരിക്കുന്നത് എന്ത്? ഉത്തരം രക്ഷ. 27 തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും അവിടുന്ന് നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത് എന്ത്? 1:8. ഉത്തരം തൻ്റെ കൃപ. 28 തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും അവിടുന്ന് തൻ്റെ കൃപ നമ്മിൽ ചൊരിഞ്ഞിരിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം സമൃദ്ധമായി. 29 അവിടുന്ന് നമുക്ക് തൻ്റെ പദ്ധതിയുടെ രഹസ്യം മനസ്സിലാക്കി തന്നത് എപ്രകാരം? 1:9. ഉത്തരം ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച്. 30 ഒരു പൂരിപ്പിക്കാനുള്ള ചോദ്യമാണ്. ഇത് ഡാഷ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. എഫേസോസ് 1:10 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം കാലത്തിൻ്റെ പൂർണ്ണതയിൽ. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയത്രേ. 31 കാലത്തിൻ്റെ പൂർണ്ണതയിൽ ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നത് എന്ത്? ഉത്തരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും. 32 അവിടുന്ന് തൻ്റെ ഹിതമനുസരിച്ച് ചെയ്യുന്നത് എന്ത്? 1:11. ഉത്തരം എല്ലാം പൂർത്തിയാക്കുന്നു. 33 അവിടുന്ന് ക്രിസ്തുവിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചതെങ്ങനെ? ഉത്തരം തൻ്റെ പദ്ധതി അനുസരിച്ച്. 34 അവിടുന്ന് നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്തത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം എങ്ങനെ ജീവിക്കുന്നതിന് വേണ്ടിയാണ്? 1:12. ഉത്തരം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിന്. 35 രക്ഷയുടെ സദ്വാർത്ത എന്ത്? 1:13. ഉത്തരം സത്യത്തിൻ്റെ വചനം. സത്യത്തിൻ്റെ വചനമാണ് രക്ഷയുടെ സദ്വാർത്ത. 36 നാം ക്രിസ്തുവിൽ മുദ്രിതരായിരിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. 37 ആരാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിരിക്കുന്നത്? ഉത്തരം സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നമ്മൾ. 38 ക്രിസ്തുവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശത്തിൻ്റെ അച്ചാരം എന്ത്? 1:14. ഉത്തരം പരിശുദ്ധാത്മാവ്. 39 എഫേസോസ് 1:14 സമാനമായ വാക്യം ഏത്? ഉത്തരം 2 കോറിന്തോസ് 1:22. 40 എഫേസോസ് 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം ഏത്? ഉത്തരം ക്രിസ്തു മഹോന്നതൻ.
41 എഫേസോസുകാർക്ക് ആരിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് 1:15 ശ്ലീഹ പറയുന്നത്? ഉത്തരം കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച്. 42 എഫേസോസുകാർ ആരോട് പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് ശ്ലീഹ കേട്ടത്? ഉത്തരം എല്ലാ വിശുദ്ധരോടും. 43 എന്ത് കേട്ട നാൾ മുതലാണ് ശ്ലീഹ തൻ്റെ പ്രാർത്ഥനകളിൽ എഫേസോസുകാരെ അനുസ്മരിക്കാൻ തുടങ്ങിയത്? 1:15. ഉത്തരം എഫേസോസുകാർക്ക് യേശുവിലുള്ള വിശ്വാസവും വിശുദ്ധരോടുള്ള സ്നേഹവും കേട്ട നാൾ മുതൽ. 44 നിങ്ങളെ പ്രതി എന്തു ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്നാണ് ശ്ലീഹ 1:16 പറയുന്നത്? ഉത്തരം ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുന്നതിൽ നിന്ന്. 45 ആരാണ് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്യുന്നത്? 1:17. ഉത്തരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ. 46 അവിടുന്ന് എന്നുവെച്ചാൽ ദൈവം എന്തിനു വേണ്ടിയാണ് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ചെയ്യുന്നത്? ഉത്തരം തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നയിക്കുന്നതിന്. 47 വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ത്? 1:18. ഉത്തരം മഹത്വത്തിൻ്റെ സമൃദ്ധി. 48 നമ്മുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുന്നതിന് വേണ്ടി. 49 വിശ്വാസികളായ നമ്മിലേക്ക് എന്താണ് പ്രവഹിക്കുന്നത്? 1:19. ഉത്തരം ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തി. 50 ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകുന്നത് എപ്രകാരമാണ്? ഉത്തരം ദൈവത്തിൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിന് അനുസൃതമായി. 51 യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച് എവിടെയാണ് ഇരുത്തിയത്? 1:20. ഉത്തരം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുവശത്ത്. 52 ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചപ്പോൾ അവനിൽ പ്രവർത്തിച്ച ശക്തി ഏത്? ഉത്തരം ദൈവശക്തി. 53 എല്ലാ നാമങ്ങൾക്കും ഉപരിയായിട്ട് ക്രിസ്തുവിനെ ഉപവിഷ്ടനാക്കിയത് ഏത് യുഗങ്ങളിലാണ്? 1:21. ഉത്തരം ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും. 54 എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും ഉപരിയായിട്ട് ഉപവിഷ്ടനാക്കിയത് ആരെയാണ്? ഉത്തരം ക്രിസ്തുവിനെ. 55 ദൈവം എന്തെല്ലാമാണ് ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കിയത്? 1:22. ഉത്തരം എല്ലാ വസ്തുക്കളെയും. 56 ദൈവം സഭയുടെ തലവനായിട്ട് നിയമിച്ചത് ആരെയാണ്? ഉത്തരം ക്രിസ്തുവിനെ. 57 പൂരിപ്പിക്കാനുള്ളതാണ്. സഭ അവൻ്റെ ഡാഷ് ആണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ ഡാഷുമാണ്. എഫേസോസ് 1:23 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ശരീരം പൂർണ്ണത. സഭ അവൻ്റെ ശരീരം ആണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയും ആണ്. 58 എഫേസോസ് ലേഖനത്തിൽ സഭയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട്. 59 എല്ലാ വസ്തുക്കളിലും സകലതും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ് എന്ത്? ഉത്തരം ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ. 60ാമത്തെ ചോദ്യം എഫേസോസ് 1:23 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗം ഏതാണ്? ഉത്തരം റോമ 12:5. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ 1-ാം ലേഖനത്തിൽ നിന്നും
ഒന്നാം അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം പഠിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.